ടി രാധാമണി. ഞാൻ ടി രാധാമണി. എൻ്റെ ഭർത്താവ് ടി നാരായണൻ കഴിഞ്ഞ 2025 മെയ് 17 അന്തരിക്കുകയുണ്ടായി. അദ്ദേഹം കേന്ദ്ര ഗവൺമെൻറ് ജീവനക്കാരുടെ കോൺഫെഡറേഷൻ്റെ നേതാവും ഏജീസ് ഓഫീസ് സംഘടനയുടെ അഖിലേന്ത്യാ പ്രസിഡൻറ്റും ബാലസംഘത്തിൻ്റെ സംസ്ഥാന രക്ഷാധികാരിയും ശിശുക്ഷേമ സമിതിയുടെ ട്രഷററും ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പറും ഒക്കെയായി ദീർഘകാലം പൊതുസമൂഹത്തിൽ അദ്ദേഹത്തെ പറ്റിയുള്ള ഈ സ്മരണിക അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്തുക്കളും സഹപ്രവർത്തകരും തങ്ങളുടെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നതാണ്. ഈ സമാഹാരത്തിൻ്റെ പേരാണ് അണയാത്ത ജ്യോതിസ്. ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളാണ്. പക്ഷേ തൻ്റെ ജീവചരിത്രം എഴുതുന്നതിന് മുമ്പേ തന്നെ മരിച്ചുപോയി. കാരണം വളരെ സജീവമായിരുന്നുകൊണ്ട് ഒന്നും എഴുതാൻ സമയം കിട്ടിയില്ല. എഴുതി തുടങ്ങിയപ്പോൾ തീർക്കാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് ഇദ്ദേഹത്തെ പറ്റിയുള്ളൊരു സ്മരണിക ഇറക്കാനായിട്ട് സുഹൃത്തുക്കളും സഹപ്രവർത്തകരും കൂടി തീരുമാനിച്ചു. അതാണ് ഇറങ്ങിയിരിക്കുന്നത് അണയാത്ത ജ്യോതിസ്. ഡേറ്റ് വെച്ചോ 6/6/26. നമുക്ക് പരിപാടി ആരംഭിക്കാമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എല്ലാവരും ചായ കുടിച്ചതിന് ശേഷം ഇങ്ങോട്ട് കയറിയിരിക്കുക. ആലോക് സ്കൂളിൽ നിന്ന് സ്കൂൾ പഠനം പൂർത്തിയാക്കി. കോളേജ് പഠനത്തിന് അക്കൗണ്ടന്റ് ജനറൽ ഓഫീസിൽ ജോലി കിട്ടി. ഏജീസ് ഓഫീസിൽ ആർട്സ് ക്ലബിന്റെ സെക്രട്ടറി ഉപയോഗിച്ച് പിരിച്ചുവിട്ടതിനെതിരെ സംഘടിക്കപ്പെട്ടപ്പോൾ മുതൽ അതിനെ വളർത്തിയെടുക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചു. പുരസ്കാരം നേടി. ഈ കാലം വരെയും തുടർന്നു. ഏജീസ് ഓഫീസിൽ സഹപ്രവർത്തകയായ ടി രാധാമണി 1966 മെയ് 27 നാരായണ മാഷ്ടർ ജീവിത സഖിയാണ്. ആചാരങ്ങളുടെ ചട്ടക്കൂടുകളൊക്കെ ലംഘിച്ചിരുന്നില്ല. സംഘടനാ പ്രവർത്തനങ്ങളിലും സമരങ്ങളിലും സാമൂഹിക സേവനത്തിലും 59 വർഷം അവർ ഒപ്പം നടന്നു. തിരുവനന്തപുരത്തെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങളുടെ എല്ലാ പരിപാടികളിലും ഇരുവരും സജീവ സാന്നിധ്യമായിരുന്നു. മക്കളായ സുകന്യയും സുസ്മിതയും മരുമക്കളായ ാക്കണം. അതോടൊപ്പം അച്ഛൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള എന്തൊക്കെയാണോ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക അത് തീർച്ചയായും മുന്നോട്ട് കൊണ്ടുപോകണം. ബാലസംഘത്തിന്റെ ആഭിമുഖ്യത്തിലാണ് തുടക്കം മുതൽ. ബാലസംഘത്തിന്റെ അവിഭാജ്യ ഘടകമായിരുന്നു അച്ഛൻ. ആ ബാലസംഘത്തിന്റെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ മെയ് 17 1ാം ചരമവാർഷികം ആചരിക്കുകയുണ്ടായത്. ആ സമയത്ത് തന്നെ ഈ പുസ്തകവും പ്രകാശനം ചെയ്യണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത്. പക്ഷേ നമുക്കറിയാമല്ലോ, ഈ കുറിപ്പുകൾ എഴുതിത്തരാൻ വേണ്ടി നമ്മൾ ആവശ്യപ്പെട്ട ആളുകൾ പലരും അച്ഛനോടൊപ്പം പ്രവർത്തിച്ചവരൊക്കെ ഒരുപാട് ആളുകൾ പോയിരിക്കുന്നു. പക്ഷെ അവർക്കൊക്കെ എഴുതാനുള്ള പ്രയാസവും തരാനുള്ള താമസവും ഒക്കെ കൊണ്ട് പുസ്തകത്തിന്റെ പണി കുറച്ച് നീണ്ടുപോയി. അപ്പൊ അതുകൊണ്ടാണ് ഇന്നിപ്പോ ഇത്തരത്തിൽ ഈ ഒരു പുസ്തക പ്രകാശന ചടങ്ങ് ഈ പ്രത്യേകമായിട്ടുള്ള ഒരു പരിപാടിയായിട്ട് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ ഇപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത്. ടി നാരായണൻ സ്മാരക ട്രസ്റ്റ് എന്ന രൂപത്തിൽ രൂപീകരിച്ചുകൊണ്ട് വരുന്ന ആളുകളെ സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ പൊതു വിദ്യാഭ്യാസ രംഗത്ത് തന്നെ
നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏത് നിലയിലാണ് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുക എന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. അത്തരം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഇതില് ഈ കുറിപ്പുകളുടെ കൂട്ടത്തിൽ 32 പേരാണ് പുസ്തകത്തിൽ ഇപ്പോൾ അവരുടെ കുറിപ്പുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും എത്രയോ ആളുകളുടെ അനുഭവങ്ങളും അച്ഛനെ കുറിച്ചുള്ള അവരുടെ ഓർമ്മയും പങ്കുവെക്കപ്പെടേണ്ടതുണ്ട്. അതിന് എല്ലാവരുടെയും അത്തരത്തിൽ വാങ്ങാനോ അതല്ലെങ്കിൽ അതിന് ഉൾപ്പെടുത്താനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ക്ഷമാപൂർവ്വം അത്തരം ആളുകളെല്ലാം അതിൽ ക്ഷമിക്കണം എന്നുള്ളതാണ് ആദ്യം തന്നെ അവരോടെല്ലാം പറയാനുള്ള കാര്യം. മറ്റൊന്ന്, ഈ പുസ്തകത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ അനുബന്ധമായിട്ട് 2 കാര്യങ്ങൾ കൂടി ചേർത്തിട്ടുണ്ട്. അതിലൊന്ന്, അച്ഛന്റെ അമ്മ അവര് ഒരു ഹിന്ദി അധ്യാപികയായിരുന്നു. ഹിന്ദി അധ്യാപികയായിട്ട് ഒരുപക്ഷെ നമ്മുടെ സമുദായത്തിനകത്ത് നിന്ന് ഒരു സ്ത്രീ വരിക എന്നുള്ളത് കാരണങ്ങൾ കൊണ്ട് ചിലത് ഓർത്തെടുക്കാൻ കഴിയുന്നില്ല, ചിലത് പ്രയാസം ഉണ്ടാക്കുന്ന എഴുതുവാൻ വേണ്ടി ആലോചിക്കുമ്പോൾ തന്നെ അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല എന്ന് പറയാം. അപ്പോൾ ആ കുട്ടിക്കാലം മാത്രമേ അതിനകത്ത് പരാമർശിക്കപ്പെട്ടിട്ടുള്ളൂ. അത് ജനറൽ സെക്രട്ടറിയാണ് അരുൺ ഗോപി. മാഷുടെ അച്ഛന്റെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളിൽ ഒരാൾ കൂടിയാണ് അരുൺ ഗോപി. അരുൺ ഗോപി ആശംസ പറഞ്ഞുകൊണ്ട് സംസാരിക്കും. പലരും ഇവിടെ ഉണ്ട്, എല്ലാവരും വയസ്സരായി, എന്നാൽ അവരെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എടുത്തോണ്ട് വരട്ടെ ഞാൻ. കൂടിയായിട്ടുള്ള CP നാരായണൻ, പറയേണ്ട ധാരാളം ആളുകളുണ്ട്. കുട്ടികളെ യഥാർത്ഥ മനുഷ്യരായി വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബദൽ വിദ്യാഭ്യാസ പ്രസ്ഥാനം എന്നുള്ള നിലക്ക് കുട്ടികളുടെ നേതൃത്വത്തിലുള്ള എല്ലാ ബാല സംഘടനകളുമായി കഴിഞ്ഞൊരു 10 വർഷത്തിലേറെ കാലം രാജ്യത്ത് എവിടെയും സംഘടിപ്പിക്കുന്നത് കേരളത്തിൻ്റെ രൂപത്തിലല്ല, കേരളത്തിൻ്റെ രീതിയിലല്ല വാർത്തെടുക്കാനാവുക. ഈ ദൗത്യമാണ് ബാലസംഘം, ദേശാഭിമാനി ബാലസംഘം എന്നുള്ള നിലയിൽ നിന്ന് മാറി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. ഇന്ത്യയിലെ രേഖകൾ 82 സംഘമായിട്ടാണ് ബാലസംഘം പങ്കെടുത്തിട്ടുണ്ട്. മാഷോടെയും ചേച്ചിയോടെയും ആ കുടുംബത്തോടെയും നമുക്കെല്ലാവർക്കും അങ്ങേയറ്റത്തെ സ്നേഹവും ഇഷ്ടവും ബഹുമാനവും ഒക്കെയുണ്ട്. മാഷിൻ്റെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ട്രസ്റ്റ് തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഇന്നിവിടെ പ്രകാശനം ചെയ്ത
ഈ സ്മരണികയിൽ മാഷുമായി ഏറെ അടുപ്പമുള്ള ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെയും ഇതിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. സംഭാവനയാണ് മാഷ് നൽകിയിട്ടുള്ളത്. സഭയുടെ ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് ഈ കൈതമുക്കിന് ചെയ്യുന്നത്. എന്നോട് ഞാൻ ചോദിച്ചു, മാഷ് എന്തെങ്കിലും ഈ പിള്ളേർക്ക് അപ്പോഴാണ് മാഷ് പറഞ്ഞത് കുട്ടികളുടെ ലൈബ്രറിക്ക് നിങ്ങളൊരു സഹായം കൊടുക്കുക. അങ്ങനെയാണ് ആലപ്പുഴ നിർമ്മിച്ചു കൊടുക്കുകയും കുഞ്ഞുങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്തു. ഇതിൽ സൂര്യ പറഞ്ഞൊരു നല്ല ഗാന്ധിയെ കൊണ്ട് ഈ പുസ്തക പ്രകാശന ചടങ്ങ് ഔപചാരികമായി നിർവഹിച്ചായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. മാഷിനെ ഏറ്റവും സ്നേഹിക്കുന്ന ബാലസംഘം കൂട്ടുകാരുടെ പ്രതിനിധിയായി ഏറ്റുവാങ്ങാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. അതിലൊപ്പം തന്നെ ഏറ്റുവാങ്ങാൻ ഒരു ബാലസംഘം പ്രവർത്തകനെ തിരഞ്ഞെടുക്കുന്നതിന് ഈ പുസ്തക നിർമ്മാണ സമിതിയിലെ പ്രവർത്തകർ അതിൽ നേതൃത്വം കണ്ടത് പുതിയ കാലത്തെ ഒരു കുട്ടി അല്ലെങ്കിൽ കുട്ടികളുടെ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളത് ഏറ്റുവാങ്ങണം എന്നതാണ്. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ബാലസംഘത്തിൻ്റെതായി വരുന്ന എല്ലാ പ്രവർത്തകരും നാരായണൻ മാഷ് എന്ന ഒരു വലിയ മനസ്സിനെയും ആ മനസ്സിലുണ്ടായിരുന്ന ബാലസംഘത്തിൻ്റെ ഓർമ്മകളെയും മനസ്സിലാക്കാൻ ഈ പുസ്തകം വായിക്കുന്നവരായും ഈ പുസ്തകത്തിൻ്റെ പ്രചാരകരായും മാറണം എന്നുള്ളത് തന്നെയാണ്. ടീച്ചറെ വിളിച്ചിട്ട് നമ്പറിൻ്റെ കയ്യിലില്ല, ഫോൺ എടുത്തു. അപ്പോൾ ടീച്ചർ ഇതുപോലെ നാരായണൻ മാഷിന് സംസാരിക്കണമെന്ന് പറഞ്ഞു, ഫോൺ കൊടുത്തു. മാഷ് നന്നായി ബാലസംഘത്തെ കൊണ്ടുപോകാൻ കഴിയണം എന്ന് മാത്രം പറഞ്ഞ ആ ഫോൺ അവസാനം മാത്രമാണ് ഞാൻ കരുതുന്നത്. ഈ പുസ്തകം വളരെ മനോഹരമായി എഡിറ്റ് ചെയ്ത് വളരെ ചെറിയ സമയം കൊണ്ട്, കാരണം മാഷിൻ്റെ വിടവാങ്ങലിന് 1 വർഷം പൂർത്തിയാകുമ്പോൾ തന്നെ ഇത്തരത്തിലൊരു സുവനീർ ഇറക്കാൻ കഴിഞ്ഞു എന്നത് തീർച്ചയായും ഏറ്റവും അഭിനന്ദനം അർഹിക്കുന്ന ഒന്ന് തന്നെയാണ്. പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന നൂറുകണക്കിന് അല്ലെങ്കിൽ അതിലുമേറെ ആൾക്കാർ ഉണ്ടാകാം. പക്ഷെ അദ്ദേഹം ോടൊപ്പം മേഖലയ്ക്ക് പുറത്ത് പെരുന്താനി NSS പബ്ലിക് സ്കൂൾസ് സമരം 97 ദിവസം, പെട്രോൾ വിതരണ സംവിധാനത്തോടുമായി ബന്ധപ്പെട്ട KSRTC ഡിപ്പോ അടിച്ചതിനെതിരെ നടന്ന 32 ലഭിക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ പുസ്തകം വളരെ കുട്ടികളുടെ കമ്മിറ്റി കൊടുക്കുമോ? രാധാകൃഷ്ണൻ ഞങ്ങളോട് വലിയ കടുംകട്ടി ഞങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ജില്ലാ കമ്മിറ്റി അംഗങ്ങളാണ്. കിഷമാഷുണ്ട്, കിഷമാഷ എന്ന് രക്ഷാധികാരി സെക്രട്ടറിയാണ്. അപ്പോൾ അതിൽ കിഷമാഷുണ്ട്. അപ്പോൾ ഏറ്റവും സൗഹാർദ്ദപരമായി എങ്ങനെയാകണം നിങ്ങൾ ബാലസംഘത്തിൽ ഇടപെടേണ്ടത്, നിങ്ങൾ ആരാണ് എന്ന് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച മാഷ് ഏറ്റവും ഒടുവിൽ വരെ ശിശുക്ഷേമ സമിതിയുടെ ജനറൽ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം മാഷിനെ ചെറിയ കുറിപ്പുമായി കാണാൻ വേണ്ടി വന്നു. ടീച്ചറും കൂടെ ഉണ്ട്. AG's ഓഫീസിലെ ജോലിക്ക് വരുമ്പോൾ അന്ന് മാഷ് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ്. ആദ്യം ജോയിൻ ചെയ്ത ദിവസം പരിചയപ്പെട്ട് അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് ആ സമയത്ത് എറണാകുളത്ത് CPMൻ്റെ സംസ്ഥാന സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ സംസ്ഥാന സമ്മേളനം നടക്കുമെന്നുള്ള പ്രത്യേകിച്ച് പറയാൻ സാധ്യതയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു, സാറേ എനിക്കത് എന്തായാലും പോകേണ്ടതുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം മാഷുമായി ഒരു സമയത്താണ് ഇതും സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പരിഗണിച്ചുകൊണ്ട് പിന്നെ വരാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതാണ്. അപ്പോൾ എന്നോട് വിഷയം ചോദിച്ചു എന്താണെന്നുള്ളത്. അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ പറയുന്ന വിഷയം തന്നെ, പിന്നെ വിദ്യാഭ്യാസമായി ഇന്ന് ഈ ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാ കുട്ടികൾക്കും എന്നുള്ളത് പുതിയ രീതിയിൽ ചിന്തിക്കേണ്ടുന്ന ഒരു സമയത്താണ്. അങ്ങനെ ഉണ്ടാവുന്ന ഒരു രാഷ്ട്രീയ താഴെ 68 കുട്ടികൾ മാത്രമേ പങ്കുവയ്ക്കുന്ന ചെറിയ പുസ്തകമാണ് ഇവിടെ പ്രകാശനം ചെയ്യുന്ന ആളുകൾ. അതുപോലെ കൂട്ടുകാർക്കൊക്കെ രേഖപ്പെടുത്തിയ ചെറിയ കുറിപ്പുകളാണ്. ഞങ്ങൾക്കും കുറേയേറെ പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്, എന്നാൽ ഇനിയും ഇപ്പോഴും അവൈലബിൾ അല്ല. പരിപാടിയോട് അറിയില്ലേ?